ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മല്ലു സീരിയൽ റിവ്യൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വിക്രം മദ്യം ഒഴിച്ച് നിൽക്കുന്ന സീനിലാണല്ലോ നമ്മുടെ സീരിയൽ അവസാനിച്ചത്. അപ്പോൾ ഇന്ന് വിക്രം മദ്യം ഒഴിച്ചിട്ട് മറ്റേ ലൈറ്ററൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഭിലാഷ് പറയുന്നുണ്ട് വേണ്ട വേണ്ട വിക്രം വേണ്ട വിക്രം എന്ന് പറയുന്നുണ്ട്. ചുറ്റുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വിക്രം ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അത് ഊതിക്കെടുത്തിയിട്ട് വിക്രം അവിടുന്ന് ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ വളരെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേദ വന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അച്ഛൻ പറഞ്ഞത് ഓർക്കുകയാണ്. ഇന്നലെ അച്ഛൻ പറഞ്ഞത് നമ്മുടെ വിക്രം വഴിയിൽ തീരാനുള്ളതാണ്. അപ്പോൾ വേദേനെ സ്നേഹിച്ചിട്ട് പിന്നെ വേദേനെ ഉപേക്ഷിക്കേണ്ടി ഇറങ്ങി പോകുമ്പോൾ വിഷമിക്കേണ്ടി വരരുത് എന്നൊക്കെ പറഞ്ഞതൊക്കെ അമ്മ അങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കരഞ്ഞിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ വിക്രമിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. തല്ല് കേസും പോലീസിൻ്റെ കേസൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവൻ എന്നോട് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ അവൻ തെറ്റുകാരനല്ല എന്നാണ് പറയാറുള്ളത്. എന്തോ അവൻ പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ മാഷ് അതൊരിക്കലും അംഗീകരിക്കാറില്ല. മാഷ് പറയണത് എന്താ വെച്ചാൽ മാഷ് പറയണത് വിക്രം പറയണത് ശരിയാണെങ്കിൽ മാഷ് വിശ്വസിക്കുന്ന സത്യത്തിന് ഒരു വിലയില്ല എന്നാണ് മാഷ് പറയാറ്. അങ്ങനെയൊക്കെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് പേടിയാവുന്നുണ്ട്. എല്ലാവരും പറയുന്ന പോലെ വിക്രം സ്വന്തം ജീവൻ വെച്ചിട്ടാണോ കളിക്കണതെന്നാണ് എനിക്ക് പേടിയാവണത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവനൊന്നും പറ്റരുത്, എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും വിഷമമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇന്നലത്തെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ തന്നെയാണ് നമ്മുടെ വിക്രമിനെ ഇന്നലത്തെ പോലെ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്രമിനെ എഴുന്നേൽപ്പിച്ച് വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, വിക്രം പറഞ്ഞിട്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി വിക്രം തിരഞ്ഞെടുക്കുന്ന വഴി പക്ഷേ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒന്നും ആവണമെന്നില്ല. രാഷ്ട്രീയ കാര്യങ്ങളല്ലേ അങ്ങനത്തേലൊക്കെ പെരുമാറുമ്പോൾ എല്ലാ നീതി ന്യായം നോക്കിയിട്ടൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അമ്മോട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് ആ സംഘത്തിൽ നിന്ന് ഇപ്പോൾ പെട്ടിരിക്കുന്ന സംഘത്തിൽ നിന്നും വിക്രം പുറത്തു വരണം. സ്വന്തം ജീവിതം സ്വയം തീരുമാനിച്ച പോലെ ജീവിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ രക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? അവൻ കെട്ടിയ താലി വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതല്ലേ നീ? അപ്പോൾ നിനക്ക് അവനെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് പരിപൂർണമായിട്ട് വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് അറിയില്ല അമ്മേ, നമുക്ക് ശ്രമിച്ചു നോക്കാം. പക്ഷേ ആ ശ്രീനിവാസൻ്റെ വാക്ക് കഴിഞ്ഞിട്ടേ വിക്രമിന് മറ്റൊന്നുള്ളൂ. അപ്പോൾ ആളുടെ പരിധിയിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ അതിന് രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അമ്മേനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് വേദയുടെ വീടാണ് കേട്ടോ. വേദയുടെ അച്ഛൻ വളരെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ത് രാവിലെ തൊട്ട് ഭയങ്കര വിഷമത്തിലാണല്ലോ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ മോളെ പറ്റിയിട്ടാണോ വിഷമം? അത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് വിഷമിച്ചിട്ട് എന്താണ് കാര്യം? അമ്മ പറയണത് എന്താ വെച്ചാൽ അവൾ അവിടെ ഹാപ്പി ആണെങ്കിൽ, അവിടെ സന്തോഷമായിട്ടിരിക്കാനാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ, അതാണ് നല്ലതെന്നാണ് അമ്മ പറയണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിന് അവളവിടെ സന്തോഷമാണോ, അവളവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയാറില്ലേ ഒരുപാട് സമയം എടുക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരുന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്തേ അങ്ങനെ തോന്നാമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇന്നലെ വിക്രമിൻ്റെ ചേട്ടൻ വന്ന സംസാരിച്ച കാര്യമൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെന്നെ തിരിച്ചെത്തിക്കാനായിട്ട് വീട്ടുകാരില്ലാണ്ടാക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞെട്ടിപ്പോവാണ്. എന്തെങ്ങനെയൊക്കെ പറയണമെങ്കിൽ സംസാരിക്കുമ്പോൾ പറയാണ് വിക്രമിൻ്റെ എതിരാളികളെ വെച്ചിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് അച്ഛനമ്മേനെയും കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞു കേട്ടത്, വിക്രമിൻ്റെ ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് എന്നൊക്കെയാണ് പറയണത്. അത് സത്യാവാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും വേദം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവൾ ഈ വീടിൻ്റെ പടി ചവിട്ടില്ല. അവൾക്ക് അല്ലെങ്കിൽ എന്നെയും മറ്റേ ചേട്ടനെയൊക്കെ സംശയമുണ്ട്, ശ്രീകാന്തിൻ്റെ കാര്യത്തിലൊക്കെ സംശയമുണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് മുൻപുണ്ടായ കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞതും പിന്നെ അതൊക്കെ വേദ കേട്ടതും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ കാപ്പ കേസിൻ്റെ കാര്യത്തിൽ വിക്രമിനെ കൊടുക്കാൻ നോക്കിയപ്പോൾ അവൾ അച്ഛനോട് വന്നിട്ട് സംസാരിച്ചതൊക്കെ വേദ അച്ഛനോട് വന്ന് സംസാരിച്ചതൊക്കെ അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വളരെ വിഷമത്തിൽ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അതിലൊക്കെ തെറ്റ് തോന്നുന്നുണ്ട്. ഞാൻ സ്വന്തം മോളുടെ കാര്യം വന്നപ്പോൾ എല്ലാം മറന്നു തോന്നുന്നു, നീതി ന്യായമൊക്കെ മറന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട, മുത്തശ്ശി എങ്ങാനും കേൾക്കുകയാണെങ്കിൽ പിന്നെ മുത്തശ്ശി അത് മതി,
അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സംസാരം ഇവിടെ വെച്ച് നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പം നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഭയങ്കര ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കണത് നമ്മുടെ വേദ വെറുതെ ഇങ്ങനെ വിക്രമിനെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ പാലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഞാൻ കുടിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ മുത്തശ്ശി കൊണ്ടുവന്ന് ഞാൻ പകുതി കുടിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുടിച്ചിട്ട് അമ്മയ്ക്ക് തന്നെ ഉറവിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയം വേദയുടെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയേണ്ട അമ്മോട് പോയി കിടന്നോളൂ, ഞാൻ വിക്രം വന്നിട്ട് കിടക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ മുത്തശ്ശി വിളിക്കുന്നത്. മുത്തശ്ശി അച്ഛൻ വിഷമിച്ചിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ നിന്നെക്കുറിച്ചുള്ള വിഷമമാണോ എന്ന് തോന്നുന്നുണ്ട്, നീ ഇല്ലാത്ത അച്ഛന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വർഷയുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദയും കൂടി വിളിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട ഇനി ഞാൻ വന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നമാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിക്രം വരുന്നുണ്ട്. അപ്പോൾ വിക്രം വന്ന് കണ്ടപ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വന്ന് കയറിയപ്പോൾ ഉടനെ വിക്രം ചോദിക്കുന്നുണ്ട്, ആരായിട്ടാണ് ഫോണിലൊരു കിന്നാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ തമാശ പറയണം, പേടിക്കണ്ട, കാമുകനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞു, അയ്യോ അങ്ങനെ എന്തെങ്കിലും ആവണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കണത് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും മരം കൊടനെ ആവണേന്ന്. അപ്പോൾ വേദ പറയണേ, ഇതിലും വലിയ മരം കൊണ്ട് ഇനി എവിടെ കിട്ടാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുപാട് ഇങ്ങനെ ഇറിറ്റേഷനൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേദ പറയുന്നുണ്ട്, രാവിലെ വലിയപ്പം കൂലിയൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ, അതൊക്കെ കഴിഞ്ഞ് വന്ന വല്ല ഭക്ഷണം വേണമെങ്കിൽ എടുത്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞു, ഓ അതിന് നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയണ്ട, പാവം നിങ്ങളെക്കുറിച്ച് വിഷമിച്ച് ഇപ്പോൾ പോയി കിടന്നിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ അതിന് വിളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നന്നായി കൂടെ അങ്ങനെ ഉള്ള കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇറിറ്റേറ്റഡായപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് നീ എന്തിനാ ഈ കാലം കോഴിയെ പോലെ ഇങ്ങനെ കാത്തു കുത്തിരിക്കണോ, ഒന്ന് പോയി കിടന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ കുളിച്ചിട്ട് വാ, എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ആ തൊഴുത്തിൽ പോയി കിടക്കുമെന്ന് പറയുന്നുണ്ട്. തൊഴുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വന്തം മുറീനെ വേദ കളിയാക്കിയതാണ്. അപ്പോൾ മുറിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിക്രമിന് തന്നെ ഇത് തൊഴുത്തായിട്ട് തോന്നുകയാണ്. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ ശ്രീകാന്ത് വർഷമായിട്ട് സംസാരിക്കേണ്ടതാണ്. ഇവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചും അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സംശയമുണ്ട്, ഇനിയിപ്പോൾ വേദ അവിടെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ മനസ്സ് മാറുമോ എന്നൊക്കെ സംശയത്തിൽ ഇങ്ങനെ സംസാരിക്കണത് അവർ രണ്ടുപേരും. അങ്ങനെ അവരുടെ സംസാരത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.